കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സ്വർണത്തിൻ്റെ വില അടിച്ചുയരുകയാണ് അല്ലേ? മലയാളികൾക്ക് സ്വർണമില്ലാത്ത എന്ത് പരിപാടി എന്നായിരുന്നു. ഇപ്പോൾ 100 പവനും 150 പവനും കൊടുക്കുന്നവരൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ പാവപ്പെട്ടവൻ്റെ വീട്ടിലൊരു കല്യാണം നടത്തണമെങ്കിൽ 1 പവൻ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ 1 ലക്ഷത്തിന് മുകളിലല്ലേ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില. റെക്കോർഡ് വിലയാണിപ്പോൾ. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ ഇറക്കി വിടും? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഗോൾഡ് കവറിങ്ങാണ് ഉപയോഗിക്കുന്നത്. ഗോൾഡ് ഉള്ളവരൊക്കെ റെക്കോർഡ് വില ആയതുകൊണ്ട് തന്നെ പഴയ സ്വർണ്ണമൊക്കെ വിറ്റ് പഴയ സ്വർണ്ണമെല്ലാം വിറ്റ് ക്യാഷ് ആക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വിൽക്കരുത്, ഇനിയും ചിലപ്പോൾ ഉയരും, അന്ന് വിൽക്കാം. അപ്പം നമുക്കൊക്കെ പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യാനല്ലേ? സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയാൽ കഷ്ടം. ഒരു ഗ്രാമ പോലും എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനാന്നൊക്കെ ഒരു പരസ്യമല്ലേ? ഇന്ന സ്വർണത്തിന് ഇന്ന ഫ്രാൻസിസ് ആലുക്കാസ്, ജോസ് ആലുക്കാസ്, അങ്ങനെ ഒരുവിധം ആലുക്കാസുമാർക്കൊക്കെ ആരും സ്വർണം വാങ്ങാൻ പോകുന്നില്ല, അതല്ല ചുരുക്കം. പക്ഷേ എന്ത് തന്നെയായാലും നമ്മൾ കടം വാങ്ങിയിട്ടായാലും ഒരു കല്യാണത്തിന് നമ്മൾ 10, 15, 25 പവനൊക്കെ കൊടുത്ത ആളുകൾ ഇപ്പോൾ അത്ര കൊടുക്കുന്നുണ്ടോ? ക്യാഷാ തോന്നുന്നു കൊടുക്കുന്നത്. സ്വർണം വാങ്ങാൻ വകുപ്പില്ലാതെ എന്ത് ചെയ്യും അല്ലേ? കഷ്ടം. നമുക്കും വേണ്ടേ, ജീവിക്കണ്ടേ? സ്വർണം കൊണ്ട് കെട്ടിക്കൊണ്ടുപോയ വീട്ടിലേക്ക് സ്വർണം കൊണ്ടുപോയിട്ടില്ല, അവിടെയും പ്രശ്നമാണ്. അതിലേറെ പ്രശ്നമാണ്. അവർ പ്രതീക്ഷിക്കുന്നത് പെണ്ണ് കൊണ്ടുവരുന്ന സ്വർണം പണയം വെച്ചിട്ട് വേണം എൻ്റെ കടം വീട്ടാൻ. ഇവിടെ ലാവിഷായിട്ട് കല്യാണം നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഈ അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ടിട്ടും 16,000 ആൾക്കാരുടെ കാലും കൈയും പിടിച്ചിട്ടൊക്കെ ആയിരിക്കും സ്വർണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതും അവിടെ ചെല്ലുമ്പോൾ അവർക്കൊന്നും മര്യാദയ്ക്ക് ഇടാൻ പോലുള്ള യോഗമില്ല. അപ്പോൾ നമ്മുടെ സ്വർണ്ണവില റെക്കോർഡ് സൃഷ്ടിച്ചു. അപ്പോൾ ഇനി വീട്ടിൽ പഴയ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ വേഗം വിറ്റ് ക്യാഷ് ആക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് വീണ്ടും പഴയ സ്വർണത്തിൻ്റെ വില ഇനി ചിലപ്പോൾ താന്ന് വരിക എന്നുള്ളപ്പോൾ നമുക്കപ്പോൾ വാങ്ങിക്കാം. ഓക്കെ, ബൈ ബൈ.